7 വർഷമായി ജയിൽവാസത്തിലാണ് രാജേഷ്. ജീവപര്യന്തമാണ് ശിക്ഷ. ഏകാന്തതയുടെ മതിൽ കെട്ടുമറച്ച ജയിലിനുള്ളിൽ ഇക്കാലമത്രയും ഇയാൾ കവിതകൾക്കൊപ്പം ജീവിച്ചു. അനുഭവങ്ങൾ കൊണ്ട് അർത്ഥവത്താക്കിയ ആ കവിതകളാണ് തടവറയിൽ നിന്ന് എന്ന ആൽബമായി പുറത്തിറങ്ങിയത്. പല കവിതകളും പാട്ടുകളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തരുന്ന ഇവരുടെയൊക്കെ ഒരു സഹായവും അനുഗ്രഹമുള്ളതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. ഈ ഒരു പാട്ട് എഴുതി അത് പരോളിറങ്ങുന്ന സമയത്ത് ആൽബമാക്കുകയും അതിന് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ജനങ്ങളുടെ മുമ്പേ സമർപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വരുമാനം കൊണ്ട് ഈ സമൂഹത്തിൽ കുറേ നന്മകൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ഞാൻ ചെയ്തത്. രാജേഷിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ജയിൽ അധികൃതരും ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നടന്ന വിപുലമായ ചടങ്ങിൽ ആൽബം ആദ്യമായി പ്രദർശിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കൊലപാതക കേസിലാണ് രാജേഷ് ശിക്ഷ അനുഭവിക്കുന്നത്. 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന ഇയാൾ ജയിൽവാസത്തിനിടെയാണ് അക്ഷരങ്ങളോടടുത്തത്. ജയിൽ ലൈബ്രറിയായിരുന്നു പഠന സഹായി. തുടർന്ന് കവിതയും ചെറുകഥകളും എഴുതി തുടങ്ങി. കവിതകളെ കോർത്തിണക്കി ദൃശ്യമികവ് നൽകി ആൽബമായി പുറത്തിറക്കണമെന്ന ആഗ്രഹത്തോടെ രാജേഷ് ഈ വർഷം പരോളിൽ പുറത്തിറങ്ങി. ആഗ്രഹം പോലെ തന്നെ ഒരുപാട് നല്ല മനസ്സുകളുടെ സഹായത്തോടെ ആൽബം യാഥാർത്ഥ്യമായി. ശിക്ഷാ കാലയളവ് അവസാനിച്ചിട്ടില്ല. ഇനിയുള്ള നാളുകൾ കവിതകൾക്കൊപ്പം കഴിയാനാണ് രാജേഷിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.